അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ 4-ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. സൂറത്തുൽ മുത്തഫിഫീനിലെ 10 മുതൽ 13 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ الذين يكذبون بيوم الدين وما يكذب به إلا كل معتد أثيم إذا تتلى عليه آياتنا قال أساطير الأولين. ആയത്തിൻ്റെ അർത്ഥം നോക്കാം. 10-ാമത്തെ വചനം വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ആയത്തിൻ്റെ അർത്ഥം അന്നേ ദിവസം നിഷേധിച്ച് തള്ളുന്നവർക്കാകുന്നു നാശമുള്ളത്. വൈലുൻ എന്ന് പറഞ്ഞാൽ മഹാനാശം. യൗമ ഇതിൻ അന്നേ ദിവസം, ലിൽ മുകദ്ദിബീൻ വ്യാജമാക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ നിഷേധിച്ച് തള്ളുന്നവർക്കാണ്, കളവാക്കുന്നവർക്കാണ് എന്നർത്ഥം. 11-ാമത്തെ വചനം അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ. അർത്ഥം അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ നിഷേധിച്ച് തള്ളുന്നവർക്ക്. കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞു നിഷേധിച്ച് തള്ളുന്നവർക്കാണ് നാശമെന്ന്. അത് എന്തിനെ നിഷേധിച്ച് തള്ളുന്നവർക്കാണ് എന്ന് ഈ വചനത്തിൽ വ്യക്തമാക്കി. അല്ലദീന എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ, യുകദ്ദിബൂന അവർ കളവാക്കിയിരിക്കുന്നു, ബിയൗമിദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസത്തെ, അഥവാ അന്ത്യനാളിനെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്കാകുന്നു മഹാനാശമുള്ളത് എന്നാണ്. 12-ാമത്തെ വചനം വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. എല്ലാ അതിരുവിട്ടവനും മഹാപാപിയുമായിട്ടുള്ളവനല്ലാതെ അതിനെ നിഷേധിച്ച് തള്ളുകയില്ല എന്നാണ്. വമാ യുകദ്ദിബു നിഷേധിച്ച് തള്ളുകയില്ല, ബിഹി അതിനെ, ഇല്ലാ കുല്ലു മുഅ്തദിൻ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. ഇല്ലാ കുല്ലു എന്ന് പറഞ്ഞാൽ എല്ലാവനുമല്ലാതെ. ഇല്ലാ കുല്ലു മുഅ്തദിൻ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ, അസീമിൻ മഹാപാപിയുമായിട്ടുള്ള. അപ്പം എല്ലാ അതിരുവിട്ടവനും മഹാപാപിയുമായിട്ടുള്ളവരല്ലാതെ അതിനെ നിഷേധിച്ച് തള്ളുകയില്ല എന്നാണ്. 13-ാമത്തെ വചനം ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. ആയത്തിൻ്റെ അർത്ഥം അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ പറയും ഇതെല്ലാം പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് എന്നവൻ പറയുമെന്നാണ്. ഇദാ തുച്ല എന്ന് പറഞ്ഞാൽ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ, അലൈഹി അവന്, ആയാതുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, നമ്മുടെ വചനങ്ങൾ, ഖാല അപ്പോൾ അവൻ പറയും, അസാതീർ. അസാതീർ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളാണ്, അല്ലെങ്കിൽ ഐതിഹ്യങ്ങളാണ്, അതുമല്ലെങ്കിൽ പഴങ്കഥകളാണ്. അൽ അവ്വലീൻ പൂർവികന്മാരുടെ, അപ്പോൾ ആദ്യകാലക്കാരുടെ പഴങ്കഥകളാണിതെല്ലാം എന്നവർ പറഞ്ഞ് അതിനെ തള്ളിക്കളയുമെന്നാണ്. നമുക്ക് വിശദീകരണങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി ഇബ്നു കസീർ റഹ്മഹുല്ല പറഞ്ഞിട്ടുള്ള വിശദീകരണം നമുക്ക് വായിക്കാം. ഖാല തആല വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഐ ഇദാ സാറു യൗമൽ ഖിയാമത്തി ഇലാ മാ ഔഅദഹുമുല്ലാഹു മിനസ് സിജ്നി വൽ അദാബിൽ മുഹീൻ. അഥവാ ഈ നാശം അവർക്കുണ്ടായിരിക്കുന്നത് ഖിയാമത്ത് നാളിലേക്ക് അവർ എത്തിപ്പെട്ട് കഴിഞ്ഞാലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകിയിരുന്ന താക്കീതുകൾ, സിജ്ന് ആയിക്കൊണ്ടും അതേപോലെ തന്നെ അദാബുൽ മുഹീൻ ആയിക്കൊണ്ടും നിന്ദ്യമായ ശിക്ഷയായിക്കൊണ്ടുമെല്ലാം അവർക്ക് നൽകിയിരുന്ന താക്കീതുകൾ, അത് അവരുടെ മുന്നിൽ വന്നെത്തുമ്പോഴാണ് ഖിയാമത്ത് നാളിൽ അവർക്ക് വലിയ നാശമുണ്ടാകുന്നത് എന്നാണ്. വൈലുൻ എന്ന് ഭാഷാപരമായി നോക്കുകയാണെങ്കിൽ അന്നൽ മുറാദ മിൻ ദാലിക അൽ ഹലാക് വദ്ദമാർ, നാശമുണ്ടാവുക അല്ലെങ്കിൽ തകർച്ചയുണ്ടാവുക എന്നതാണ് അതിൻ്റെ അർത്ഥമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കമാ യുഖാലു വൈലുൻ ലിൽ ഫുലാൻ, അഥവാ ഇന്നാലിന്ന വ്യക്തിക്ക് നാശമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഭാഷാപരമായി നോക്കുകയാണെങ്കിലും അവനിൽ വലിയ തകർച്ചയുണ്ടാകട്ടെ, നാശമുണ്ടാകട്ടെ എന്ന് അവനെ പ്രാകുകയാണ്, അല്ലെങ്കിൽ അവനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി തന്നെയാണ് അതിൻ്റെ അർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു പദം ഹദീസുകളിൽ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമായിക്കൊണ്ട് ഇബ്നു കസീർ റഹ്മഹുല്ല ചുവട്ടിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. വകമാ ജാഅ ഫിൽ മുസ്നദി വസ്സുനനി മിൻ റിവായത്തി ബഹ്സ് ബിൻ ഹക്കീം അൻ അബീഹി അൻ ജദ്ദിഹി ഖാല. അഥവാ ബഹ്സ് ബിൻ ഹക്കീം എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഉപ്പയിൽ നിന്നും, അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തിൻ്റെ വല്യുപ്പയിൽ നിന്നും ഉദ്ധരിക്കുന്നതായിക്കൊണ്ട് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്നദിലും സുനനിലുമെല്ലാം കാണുവാൻ സാധിക്കുന്ന ഹദീസാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വൈലുൻ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബ് ലിയുദ്ഹികൻ നാസ് വൈലുൽ ലഹു വൈലുൽ ലഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈലുൻ ലില്ലദീ യുഹദ്ദിസ് ഫയക്ദിബ്, സംസാരത്തിൽ കളവ് കൂട്ടിച്ചേർക്കുന്ന ആളുകൾക്ക് മഹാനാശമുണ്ട് എന്നാണ്.
അതെന്തിനാണ് ഇങ്ങനെ കളവ് കൂട്ടിച്ചേർക്കുന്നത്? ലിയുദ്ഹിക്കന്നാസ്, ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി. മറ്റൊരു ഹദീസിൽ ലിയുദ്ഹിക ബിഹിന്നാസ്, അതുമൂലം ജനങ്ങൾക്ക് സന്തോഷമുണ്ടാക്കുവാൻ, ജനങ്ങളെ ചിരിപ്പിക്കുവാൻ വേണ്ടി അപ്രകാരം സംസാരത്തിൽ കളവ് കൂട്ടിച്ചേർക്കുന്ന ആളുകൾക്ക് മഹാനാശമുണ്ട് എന്നാണ്. ശേഷം റസൂലുള്ള വീണ്ടും പറഞ്ഞു, വൈലുല്ലഹു, അവന് നാശമുണ്ട്, വൈലുല്ലഹു, അവന് വീണ്ടും നാശമുണ്ട് എന്ന് 3 തവണ നാശം അവൻ ഉണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രവൃത്തിയുടെ ഗൗരവമാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ അപ്രകാരം ഹദീസുകളിൽ വൈലുൻ എന്ന രീതിയിലുള്ള പ്രയോഗം ധാരാളമായി കൊണ്ട് കാണുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉള്ള ആളുകൾക്ക് നാശമുണ്ട് എന്ന് തന്നെയാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞത് വൈലുൻ യൗമ ഇദിൽ മുക്കദ്ദിബീൻ, കളവാക്കുന്ന ആളുകൾക്ക് നാശമുണ്ട്, അല്ലെങ്കിൽ നിഷേധിച്ച് തള്ളുന്നവർക്ക് നാശമുണ്ട് എന്നാണ്. എന്നിട്ട് ശേഷം എന്തിനെ നിഷേധിച്ച് തള്ളുന്നവർക്കാണ് എന്നുള്ളത് അടുത്ത വചനത്തിൽ പറയുന്നുണ്ട്. സുമ്മ ഖാല മുഫസ്സിറൻ ലിൽ മുക്കദ്ദിബീൻ അൽ ഫുജ്ജാരിൽ കഫറ, ഫാജിരീങ്ങളും കാഫിരീങ്ങളും അതേപോലെ തന്നെ മുക്കദ്ദിബീങ്ങളുമായ ഈ വിഭാഗം ആളുകൾ അവർ എന്ത് ചെയ്തത് കൊണ്ടാണ് അവർക്ക് നാശമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത്? അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ, ഖിയാമത്ത് നാളിനെ നിഷേധിച്ചു തള്ളിയവരാണ് ഈ വിഭാഗം ആളുകൾ എന്നാണ്. അഥവാ ഐല യുസദ്ദിഖൂന ബിവുഖൂഇഹി, അത് സംഭവിക്കും എന്ന അതിൻ്റെ സംഭവ്യത്തെ അംഗീകരിക്കാത്തവരാണ്, അത് സത്യപ്പെടുത്താത്ത വിഭാഗമാണ്. വലാ യഅ്തഖിദൂന കൗനഹു, അത് സംഭവിക്കും എന്നുള്ള കാര്യം അവരുടെ വിശ്വാസത്തിലും ഇല്ലാത്തവരാണ്. വയസ്തബഇദൂന അംറഹു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊന്നും നമുക്ക് ബാധകമല്ല എന്നിങ്ങനെ അതിനെ ഒഴിവാക്കുന്നവർക്കാണ്, നിഷേധിച്ച് തള്ളുന്ന ആളുകളാണ് ഈ വിഭാഗം ആളുകൾ എന്നാണ്. ഖാല അല്ലാഹു തആല, അതിനുശേഷം അള്ളാഹു വീണ്ടും പറഞ്ഞു, വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, ഏറ്റവും വലിയ പാപിയായിട്ടുള്ളവനും അതേപോലെ തന്നെ സകല അതിരുകളും വിട്ടുകടന്നവനുമല്ലാതെ അതിനെ നിഷേധിച്ച് തള്ളുകയില്ല എന്നാണ്. അഥവാ അതിര് വിട്ടവൻ എന്ന് പറഞ്ഞാൽ ഐ മുഅ്തദിൻ ഫി അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളിൽ അതിര് കടന്നവനാണ്, തെറ്റുകുറ്റങ്ങളിൽ അതിര് കടന്നവനാണ്. അത്തരത്തിൽ അതിര് കടന്ന ആളുകൾക്ക് മാത്രമേ അതിനെ നിഷേധിക്കുവാൻ സാധിക്കുകയുള്ളൂ, അത്രയും മഹാപാപികൾക്ക് മാത്രമേ അന്ത്യനാളിൽ നിഷേധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പൊ 2 രീതിയിൽ അതിനെ മനസ്സിലാക്കാം. ഒന്ന്, ഏറ്റവും വലിയ മഹാപാപിയും അതേപോലെ തന്നെ സകല അതിരുകളും വിട്ടുകടന്നവനും മാത്രമായിരിക്കും അന്ത്യനാളിനെ നിഷേധിക്കുക എന്നതാണ്. അതേപോലെ തന്നെ രണ്ടാമത്തേത്, ഈ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ മഹാപാപിയാണ്, അതേപോലെ തന്നെ ഏറ്റവും വലിയ അതിര് കടന്നവനാണ് എന്നിങ്ങനെ 2 രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ശേഷം അള്ളാഹു പറഞ്ഞു, വഖൗലുഹു ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവ്വലീൻ, അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ പറയും ഇതെല്ലാം പുരാണ കഥകളാണ്, അല്ലെങ്കിൽ പഴമക്കാരുടെ പഴങ്കഥകളാണ് എന്ന് പറഞ്ഞതിനെ ഒഴിവാക്കുമെന്നാണ്. അഥവാ ഈ ഇദാ സമിഅ കലാമുല്ലാഹി മിനർ റസൂൽ, പ്രവാചകരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നോ വിശ്വാസികളിൽ നിന്നോ ഇത്തരത്തിലുള്ള ഖുർആനിക വചനങ്ങൾ, അള്ളാഹുവിൻ്റെ സംസാരം കേട്ടുകഴിഞ്ഞാൽ യുകദ്ദിബു ബിഹി, അതിനവൻ കളവാക്കുന്നതാണ്. വയദുന്നു ബിഹി ദന്നസ്സൗ, വളരെ മോശമായിട്ടുള്ള ചിന്തയും അതിൽ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവനാണ്. ഫയഅ്തഖിദു അന്നഹു മുഫ്തഅലുൻ, അതെല്ലാം കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്നവൻ വിശ്വസിക്കുകയും ചെയ്യുമെന്നാണ്. മജ്മൂഉൻ മിൻ കുതുബിൽ അവ്വലിൻ, മാത്രമല്ല ഇത് പഴമക്കാർ എഴുതി വെച്ച കഥകളിൽ പെട്ടതാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണ് എന്നിങ്ങനെ അതിനെ ആക്ഷേപിച്ച് തള്ളുകയും ചെയ്യുമെന്നാണ്. ഇനി നമുക്ക് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണം നോക്കാം. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ എന്ന് പറഞ്ഞാൽ ഐ ശിദ്ദത്തുൻ വഅദാബുൻ യൗമൽ ഖിയാമത്തി ലിൽ മുകദ്ദിബീൻ, ഇത്തരത്തിൽ കളവാക്കുന്ന വ്യക്തികൾക്ക് ശക്തമായ രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ അത് അവരുടെ മേൽ ബാധകമാവുകയും ചെയ്യുമെന്നാണ്. ശേഷം തൊട്ടടുത്ത വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് വിശദീകരിച്ചു തരുന്നുണ്ട്. ഇബ്നു കസീറിൽ നമ്മൾ വായിച്ചതുപോലെ തന്നെ സുമ്മ ബയ്യന തആല അംറഹും ഫഖാല അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ ഐ ബിയൗമിൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തെ നിഷേധിച്ചവരാണ്. വൽ ജസാ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ നിഷേധിച്ചവരാണ്. വൽ ഫസ്ൽ ബൈനൽ ഇബാദ്, അതേപോലെ തന്നെ അടിമകൾക്കിടയിൽ വിവേചനമുണ്ടാകുന്ന സത്യവും സത്യനിഷേധവും വേർതിരിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിഷേധിച്ചവരാണ് എന്നാണ്. വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം എന്ന് പറഞ്ഞാൽ അഥവാ മഹാപാപിയും സകല പരിധികളും വിട്ടുകടന്നവനുമല്ലാതെ അതിനെ കളവാക്കുക ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാജിരിൻ ജായിസിൻ അനിൽ ഹക്ക്,
സത്യത്തെ മൂടി വെക്കുകയും അത് മറച്ചു വെക്കുകയും അതിൻ്റെ വിപരീതം പ്രവർത്തിക്കുകയും തെമ്മാടിത്തം കാണിക്കുകയും ഫാജിറായി ജീവിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ അതിനെ നിഷേധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ മുഅ്തദിൻ അലൽ ഖൽഖ്, സൃഷ്ടികളോടും അതിര് കടന്ന വ്യക്തിയാണ്. സൃഷ്ടികളോട് ഫി മുആമലതിഹി, അവരോടുള്ള ഇടപാടുകളിൽ സൃഷ്ടികൾക്ക് നഷ്ടം വരുത്തിയ വ്യക്തിയാണ് എന്നാണ്. രീതിയിലും നമുക്കതിനെ മനസ്സിലാക്കാം. കാരണം ഈ അധ്യായം ആരംഭിച്ചത് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വൈലുൽ മുത്തഫിഫീൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അഥവാ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന, മറ്റുള്ളവർക്ക് നഷ്ടം വരുത്തുന്ന ആളുകൾക്ക് നാശമുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മുഅ്തദിൻ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടികളോട് അവരോടുള്ള ഇടപാടുകളിൽ അതിര് കടന്ന വ്യക്തിയാണ്, അവർക്ക് നഷ്ടം വരുത്തിയവനാണ് എന്നും അതിന് നമുക്ക് അർത്ഥം സങ്കല്പിക്കാൻ കഴിയും. അപ്പം അത്തരത്തിൽ അതിര് കടന്ന ആളുകൾക്ക് മാത്രമേ ഈ രീതിയിൽ അന്ത്യനാളിൽ സത്യനിഷേധം വെച്ചു പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ വഅലാ നഫ്സിഹി, സ്വന്തത്തോടും അതിര് കടന്നവനാണ്. സ്വന്തം ശരീരത്തിന് നൽകേണ്ട ബാധ്യതകൾ പാരത്രികമായിക്കൊണ്ടായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ സ്വന്തം ശരീരത്തിൻ്റെ മേൽ നിർവഹിക്കേണ്ടതായ കടമകളുണ്ട്. ആ കടമകൾ നിർവഹിക്കാതെ അതിനോടും അതിക്രമം കാണിച്ചവനാണ്, അതിര് കടന്നവനാണ് എന്നും അതിന് നമുക്ക് അർത്ഥം സങ്കല്പിക്കാൻ കഴിയുമെന്നാണ്. പിന്നെ അസീം എന്ന് പറഞ്ഞാൽ അസീമുൻ ഫീ തർക്കി അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വെടിഞ്ഞുകൊണ്ട് അത് പാലിക്കാതെ പാപം ചെയ്ത വ്യക്തിയാണ്. അസീമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിർവഹിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. ഇബാദത്തുകളായിക്കൊണ്ടും മറ്റുള്ള കൽപ്പന നിരോധനകൾ പോലുള്ള വിഷയങ്ങളെല്ലാം ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് പരിപൂർണമായും ജീവിതത്തിൽ നിന്നും വെടിയുകയും അതിന് യാതൊരു പരിഗണന കൊടുക്കാതെയും ജീവിക്കുന്ന വ്യക്തിയാണ് എന്നും അസീം എന്നതിന് നിർവചനം നൽകിയതായിക്കൊണ്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അതിനുശേഷം പറയുന്നു വഖീല ഹാദാ ഫിൽ വലീദ് ഇബ്നു മുഗീറ വ അബീ ജഹൽ. മറ്റൊരു അഭിപ്രായമായിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഈ വചനം വലീദ് ഇബ്നു മുഗീറയുടെയും അബൂജഹലിൻ്റെയും അതുപോലുള്ള വ്യക്തികളുടെയും വിഷയത്തിൽ അവതീർണമായതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലിഖൗലിഹി തആല ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ട് ശേഷം പറഞ്ഞതിനാൽ ഇത് അവരുടെ വിഷയത്തിൽ അവതീർണമായതാണ് എന്നൊരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തിയപ്പോൾ അവർ നിർവഹിച്ച സംസാരം കൂടിയാണെന്ത്, ഖാല ഹാദാ അസാതീറുൽ അവ്വലീൻ, ഇതെല്ലാം പുരാണ കഥകളാണ്, അല്ലെങ്കിൽ പഴമക്കാർ പറഞ്ഞുണ്ടാക്കിയ പഴങ്കഥകളാണ് എന്ന് അവർ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ അവതീർണമായതാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണുവാനും സാധിക്കും. ഇനി നമുക്ക് അസാതീറുൽ അവ്വലീൻ എന്നതിന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല നൽകിയ വിശദീകരണം നോക്കാം. അസാതീറുൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ പുരാണ കഥകൾ, പഴമക്കാരുടെ പഴങ്കഥകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ അഹാദീസുഹും, അവരുടെ സംസാരങ്ങളും, അബാത്തീലുഹും, അവരുടെ നിരർത്ഥകമായിട്ടുള്ള പ്രവൃത്തികളോ വിശ്വാസങ്ങളോ ഒക്കെ അതിൽ പെടും. അല്ലതീ കതബൂഹ വസഖറഫൂഹ, അല്ലെങ്കിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളാകട്ടെ എല്ലാം അതിൽ പെടുമെന്നാണ്. അപ്പം അത്തരത്തിൽ പഴയ കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകും ഒരുപാട് വിശ്വാസങ്ങൾ. അത്തരത്തിലുള്ള പഴയ വിശ്വാസങ്ങളാണോ, അതല്ലെങ്കിൽ ങ്ങളിൽ ചെറിയ കുട്ടികൾക്ക് മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകൾ, അതുമല്ലെങ്കിൽ പള്ളിക്കൂടങ്ങളിൽ ഭാഷ പഠിക്കുവാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള കഥകളോ നോവലുകളോ അതൊക്കെ ആ ഒരു ഗണത്തിൽ പെടുന്നതാണ്. അപ്പോൾ പഴയ കാലത്ത് അവർ എഴുതി വെച്ച ചില പുരാണങ്ങളും അവർ കൊണ്ട് അലങ്കൃതമാക്കിയ സംസാരങ്ങളോ രചനകളോ ഒക്കെ ഈ ഒരു ഗണത്തിൽ പെടുമെന്നാണ്. അപ്പോൾ അതിനെയാണ് അസാതീറുൽ അവ്വലീൻ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ കുഫാറുകളായിട്ടുള്ള ഫാജിരീങ്ങളായിട്ടുള്ള ആളുകൾ വിശുദ്ധ ഖുർആനും അതേ ഗണത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ച് കളയുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണത്തിലേക്ക് കടക്കാം. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് വൽ കലാമു കുല്ലുഹു ഫി യൗമിദ്ദീൻ മിൻ അവ്വലി സൂറ ഇലാ ആഖിരിഹ. ഈ അധ്യായത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും ഇത്തരത്തിൽ തന്നെ യൗമുദ്ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചർച്ച ചെയ്യുന്നത്. കുല്ലുഹു ഫി യൗമിദ്ദീൻ വൽ ജസാ, ഇതെല്ലാം അന്ത്യനാളിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളും അന്ത്യനാളിൽ സംഭവിക്കുന്ന പ്രതിഫല നടപടി ക്രിയകളുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത് എന്നാണ്. ത്തിൽ പറഞ്ഞ വിഭാഗം ഹൗലാഇ അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ തവഅദഹുമുല്ലാഹു ബിൽവൈൽ
അള്ളാഹു പ്രയോഗം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശക്തമായ താക്കീത് നൽകുകയാണ്. لأن هؤلاء المكذبين بيوم الدين لا يمكن أن يستقيموا على شريعة الله. കാരണം ഇത്തരത്തിൽ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ഈ വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതിൽ ചൊവ്വായി നിലകൊള്ളുവാൻ സാധിക്കുകയില്ല എന്നാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ലാ യസ്തഖീമു അലാ ശരീഅത്തില്ലാ ഇല്ലാ മൻ ആമന ബിയൗമിദ്ദീൻ. ഖിയാമത്ത് നാളിൽ കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്തിയാലേ അള്ളാഹിന്റെ ദീനിൽ മാന്യമായി ചൊവ്വായി നിലകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ, ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ അന്ന മൻ ലം യുഅ്മിൻ ബിഹി, ആ അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയുണ്ടെങ്കിലും വ ഇന്നമാ ആമന ബിൽ ഹയാത്ത്, അവൻ ഇഹലോക ജീവിതത്തിൽ മാത്രം വിശ്വസിക്കുന്നവനായിരിക്കും. ഫഹുവ ലാ യഹ്തമു ബിമാ വറഅഹ, അതിന്റെ ശേഷം വരുന്ന ജീവിതത്തെ അവൻ പ്രാധാന്യം കൽപ്പിക്കാത്തവനായിരിക്കും. വലാ യഅ്മലു ലിദാലിക, അതിനു വേണ്ടി പ്രവർത്തിക്കാത്തവനുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ പരലോക വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും അവന് മതത്തിൽ ചൊവ്വായി നിലകൊള്ളുവാൻ സാധിക്കുകയില്ല എന്നാണ്. തന്നെ അന്ത്യനാളിൽ വിശ്വസിക്കുക എന്നുള്ളത് അത് മതത്തിന്റെ ബേസിക് ആയിക്കൊണ്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതില്ല എങ്കിൽ യാതൊരു കാരണവശാലും മതത്തിൽ നിലകൊള്ളുവാൻ സാധിക്കുകയില്ല എന്ന് ചുരുക്കം. വ ഇന്നമായ ബഖാക്കൽ അൻആം, അത്തരത്തിലുള്ള ആളുകൾ അവർ കാലികളെപ്പോലെ അവശേഷിക്കുകയും ചെയ്യുമെന്നാണ്. യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വൽ ലഹും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഹമ്മദിലെ 12-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ അവർ കേവലം ആസ്വദിക്കുകയും അവർ ഭക്ഷണം കഴിക്കുകയും കാലികൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വന്നാറു മസ്വല്ലഹും, അവരുടെ സങ്കേതം അത് നരകം തന്നെയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ശേഷം അള്ളാഹു പറഞ്ഞു ഇദാ തുത്ല അലൈഹി ആയാതുനാ ഖാല അസാതിറുൽ അവ്വലീൻ എന്ന് പറഞ്ഞത് ഐ ഇന്ന ഹാദിഹി അസാതിർ വസവാലിഫ് ലൈസത് ഇല്ലാ ലിഇശ്ഗാലിൽ മജാലിസ് വതലഹി ബിമാ ഫഖത്. അഥവാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പുരാണ കഥകളാണ് എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയുമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ അസാതിറുൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദിഹി അസാതീർ, ഇത്തരത്തിൽ അസാതിറുൽ അവ്വലീൻ സവാലിഫുൽ അവ്വലീൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കേവലം ആസ്വദിക്കുവാൻ വേണ്ടിയുള്ളത് തന്നെയാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിൽ ചിന്ത കൊടുക്കേണ്ടതില്ല, അതല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ സമയം മെനക്കെടുത്തേണ്ടതില്ല. ഇല്ലാ ലി ഇശ്ഗാലിൽ മജാലിസി വതലഹി ബിഹാ ഫഖത്ത് എന്നാണ്. അത് കേവലം ആസ്വദിക്കാനും കേവലം കൂടിയിരിക്കാനും അതിൽ വ്യാപൃതമാകാനും വേണ്ടിയാണ്, അതല്ലാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളുകയാണ് ചെയ്യുന്നത്. അസാതിറുൽ അവ്വലീൻ പഴമക്കാരുടെ പഴങ്കഥകളാണെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. അഥവാ അത് കേവലം ആസ്വദിക്കാനുള്ളതാണ്, കേവലം കേട്ടിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്, അതല്ലാതെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതല്ല എന്നതിനെ പറഞ്ഞൊഴിവാക്കുകയാണ്, വിശുദ്ധ ഖുർആനിനെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അത്തരത്തിൽ തള്ളിക്കളയുന്നു എന്ന കാരണത്താൽ വദാലിക ലിഅന്നഹു വൽഇയാദു ബില്ലാഹ് ലം യകുൻ മുഅ്മിനൻ, അത് തള്ളിപ്പറയുന്നു എന്നുള്ളത് അവൻ മുഅ്മിനല്ല എന്നതിന്റെ അടയാളമാണ്. മുഅ്മിനല്ലാത്തത് കൊണ്ടാണ് ഖുർആൻ സ്വീകരിക്കാൻ കഴിയാത്തത്. ഫലാ യസിലു നൂർ ആയാത്തില്ലാഹി അസ്സ വജൽ ഇലാ ഖൽബിഹി, അത്തരത്തിൽ പരലോക വിശ്വാസത്തെ തള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രകാശം കടക്കുകയില്ല, അത് എത്തുകയില്ല എന്നാണ്. വയറാഹാ മിസ്ല അസാതിറുൽ അവ്വലീൻ അല്ലതി യതകല്ലം ബിഹൽ അജായിസ് വശുയൂഖ് വലൈസ ലഹാ അയ്യു ഹഖീഖത്തിൻ വലൈസ ഫീഹാ അയ്യു ജിദ്ദിൻ, അതിനെ തുടർച്ചയായിക്കൊണ്ട് അവൻ അസാതിറുൽ അവ്വലീനായിക്കൊണ്ട് തന്നെ കാണുകയും ചെയ്യുമെന്നാണ്. അഥവാ പഴയ വല്യുപ്പന്മാരും പഴമക്കാരും എല്ലാം കൂടിയിരുന്ന് പറയുന്ന ചില കഥകളായിക്കൊണ്ട് അവർ ആ വിശുദ്ധ ഖുർആനിനെ കാണുകയും അതങ്ങനെ അവസാനിച്ചു പോവുകയും ചെയ്യും. അതിന് കൊടുക്കേണ്ട യാതൊരു പരിഗണനയും അവൻ കൊടുക്കുകയില്ല. അത് പരലോക അള്ളാഹുവിന്റെ ശിക്ഷ അവന്റെ മുന്നിൽ ഹാജരായി നിൽക്കുമ്പോഴേ അവൻ തിരിച്ചറിയുകയുള്ളൂ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി അവസാനമായിക്കൊണ്ട് അത്തഹ്രീർ വത്തൻവീർ എന്ന ഇബ്നു റഹിമഹുല്ലയുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാം. വഖദ് ദുകിറ ലിൽ മുകദ്ദിബീന ബിയൗമിദ്ദീൻ സലാസത്തു ഔസാഫ്, അന്ത്യനാളിനെ കളവാക്കുന്ന ആളുകളുടെ മേൽ 3 വിശേഷണങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് മുഅ്തദിൻ എന്നുള്ളതാണ്, അതിര് വിട്ട് കടന്നവൻ. അസീം എന്ന് രണ്ടാമത്തേത്, അഥവാ മഹാപാപിയായിട്ടുള്ളവൻ. മൂന്നാമത്തേത് യഖൂലു ഇന്നൽ ആയാത്ത് അസാതിറുൽ അവ്വലീൻ, ഖുർആനിക ഈ വചനങ്ങളെല്ലാം തന്നെ അത് അസാതിറുൽ അവ്വലീനാണ്, പഴമക്കാരുടെ പഴങ്കഥയാണ് എന്ന് പറഞ്ഞൊഴിവാക്കിയവർ. ഈ 3 വിശേഷണങ്ങളാണ് അന്ത്യനാളിനെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുള്ളത്.
ഇതിൽ ഇഅ്തിദാ എന്ന് പറഞ്ഞാൽ അഥവാ മുഅ്തദാണെന്ന് പറഞ്ഞല്ലോ, കുല്ലു മുഅ്തദിൻ അസീം എന്ന് പറഞ്ഞാൽ ഇതിൽ മുഅ്തദ് അഥവാ അതിര് കടന്നവൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദുൽമ്, അക്രമം ചെയ്തവനാണ്. അക്രമം ചെയ്തുകാണ്ട് അതിര് കടന്നവനാണ്. മുഅ്തദി എന്ന് പറഞ്ഞാൽ അൽ മുശ്രികു വൽ കാഫിർ, കുഫ്ർ ചെയ്തവനും അതേപോലെ ശിർക്ക് ചെയ്തവനെല്ലാം ഈ ഒരു ഗണത്തിൽ പെടുമെന്നാണ്. ബിമാ ജാഅഹു മിനശ് ശറാഇഇ ലിഅന്നഹും യഅ്തദൂ അലല്ലാഹി ബിൽ ഇശ്റാഖ്, അല്ലാഹുവിൽ പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അള്ളാഹിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഈ ഒരു ഗണത്തിൽ പെടുമെന്നാണ്. അപ്പോൾ അവൻ അത്തരത്തിൽ അള്ളാഹുവിനോട് അതിര് കടന്നു കഴിഞ്ഞു എന്ന് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നു. വഅലാ റസൂലിഹി ബിത്തക്ദീബ്, അതുപോലെ പ്രവാചകരെ നിഷേധിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നിയോഗിച്ച ദൂതന്മാരെ നിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പോഴും അവൻ അതിര് കടന്നവനായി മാറുന്നു. വഅ്തദൂ അലാ ദലാഇലിൽ ഹഖ്, സത്യമായി കൊണ്ടൊരു കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സത്യത്തെ നിഷേധിച്ചു കഴിഞ്ഞാലും അവൻ അതിര് കടന്നവനായി മാറും. ഫലം യൻദുറു ഫിഹാ ഔ ലം യഅമലു ബിഹാ, ആ സത്യം പ്രവർത്തിക്കാതിരുന്നാലും അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നാലും അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ അതിര് കടന്നവനായി മാറുന്നു. അതാണ് ഈ ഇഅ്തിദാ എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഇനി അസീം എന്ന് പറഞ്ഞാൽ മുബാലഗത്തുൻ ഫിൽ ആസീം, അഥവാ അസീം എന്നുള്ളത് കേവലം പാപം ചെയ്യുന്നവൻ എന്ന് അർത്ഥം വരുന്ന പദമല്ല, മറിച്ച് പാപം ചെയ്യുന്നവനേക്കാൾ ഗൗരവമുള്ളവൻ, പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ, അതാണ്. അത് പാപം ചെയ്യുന്നു എന്ന ആ പ്രവൃത്തിയിൽ കുറച്ചും കൂടി മുബാലഗത്ത് വരുമ്പോഴാണ് അസീം എന്ന പ്രയോഗം വരുന്നത്. പാപം ചെയ്യുന്നവൻ എന്നതിൻ്റെ അറബി പദം ആസിം എന്നുള്ളതാണ്. പക്ഷെ അസീം എന്ന് പറഞ്ഞാൽ കൂടുതൽ പാപം ചെയ്യുന്നവൻ, അതുകൊണ്ടാണ് അതിന് അർത്ഥം കൊടുക്കുമ്പോൾ മഹാപാപി എന്ന് അർത്ഥം കൊടുക്കുന്നത്. കബീറുൽ ഇസ്മ അല്ലെങ്കിൽ കസീറുൽ ഇസ്മ, ധാരാളം തിന്മകൾ ചെയ്യുന്നവൻ അല്ലെങ്കിൽ തിന്മകളിൽ അതിരു കടന്നവൻ എന്നർത്ഥമാണ് അസീമിന് വരിക. പിന്നെ അതിന് ശേഷം എന്നെ മൂന്നാമത് പറഞ്ഞത് അസാത്തിറുൽ അവലീനാണ് എന്ന് പറഞ്ഞ് നിഷേധിച്ച് തള്ളുന്നവൻ ധാരാളമായി നമ്മൾ തൊട്ടു മുമ്പ് വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ 3 വിശേഷണങ്ങളാണ് പരലോകത്തെ നിഷേധിക്കുന്നവനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലായിക്കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ അവസാനമായിക്കൊണ്ട് ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ആ ഒരു ശൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു ആശൂർ റഹിമഹുല്ല ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. വസീഖത്തുൽ ഖസ്രി മിനൻ നഫി വൽ ഇസ്തിസ്നാ തുഫീദു ഖസ്റ സിഫത്തി തക്ദീബ് ബിയൗമിദ്ദീൻ, അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ പരാമർശിച്ചിട്ടുള്ളത് വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു പ്രയോഗ ശൈലിയിലാണ് ഇവിടെയും അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിഷയത്തിന്റെ ഗൗരവമാണത് സൂചിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. അപ്പോൾ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനായിട്ടുള്ള ഇലാഹായിട്ടുള്ളവൻ. അപ്പോൾ അതേ രീതിയിലാണ് ഇവിടെ, അതേ രീതിയിൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയവുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് അതിൻ്റെ ആ ഒരു വാചക ഘടനയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അതേ രീതിയിലാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത്. വമാ യുകദ്ദിബു ബിഹി, അതിനെ കളവാക്കുകയില്ല, ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം, മുഅ്തദും അസീമുമായിട്ടുള്ളവനല്ലാതെ. അപ്പം മഹാപാപിയും അതിക്രമകാരിയുമായിട്ടുള്ളവരല്ലാതെ അതിനെ കളവാക്കുകയില്ല. അപ്പം അവർ മാത്രമേ കളവാക്കുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനായിട്ടുള്ളൂ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. അപ്പം അതിൻ്റെ കസറിന് അർത്ഥം കിട്ടും. കസർ എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്നർത്ഥം കിട്ടും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ആരാധനമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത്. അതേപോലെ തന്നെ ആ സ്ട്രക്ചർ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ മുഅ്തദും അസീമുമായിട്ടുള്ളവർ മാത്രമേ അന്ത്യനാളിനെ കളവാക്കുകയുള്ളൂ എന്നൊരർത്ഥം അവിടുന്ന് കിട്ടുമെന്നാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു വിശേഷണം തൊട്ട് ശേഷമുള്ള വചനത്തിൽ കൂടി പറഞ്ഞു, അത് അസാത്തിറുൽ അവലീനാണ് എന്ന അവരുടെ വാദം കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ 3 വിശേഷണങ്ങളുള്ള ആളുകൾക്ക് മാത്രമേ അന്ത്യനാളിനെ കളവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അതിൽ നിന്ന് അർത്ഥം കിട്ടുമെന്നാണ്. അതാണ് അദ്ദേഹം ശേഷം പറഞ്ഞത് തുഫീദു ഖസ്റ സിഫത്തി തക്ദീബ് ബിയൗമിദ്ദീൻ, അഥവാ അന്ത്യനാളിനെ കളക്കുക എന്നവരുടെ വിശേഷണം ഈ 3 എണ്ണമായിക്കൊണ്ട് പരിമിതമാക്കപ്പെട്ടു എന്നാണ്. അതിൻ്റെ കൂടെ ആ 3 പ്രവർത്തനങ്ങളുടെയും ഗൗരവം ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതേതൊക്കെയായിരുന്നു? ഒന്നാമത്തേത് അൽ ആസിമീൻ, അഥവാ അതിര് കടന്നവരാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കാതെ അള്ളാഹുവിനോട് അതിര് കടന്നവനാണ്. അൽ ആസിമീൻ. രണ്ടാമത്തെ ആസിമീൻ, മഹാപാപികളാണ്. മൂന്നാമത്തേത് അല്ലദീന അസാത്തിർ അൽ അവലീൻ, വിശുദ്ധ ഖുർആൻ അത് പഴമക്കാരുടെ പഴങ്കഥകളാണ് എന്ന് പറയുന്ന വിഭാഗവുമാണ്. അപ്പോൾ ഈ 3 വിഭാഗം വിശേഷണങ്ങളാണ് അന്ത്യനാളിനെ കളവാക്കുക എന്ന ചെയ്തിക്ക്
കാരണമാകുന്ന കാര്യങ്ങൾ എന്ന് ഈ വചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൃത്യമായ വിശ്വാസം വെച്ച് പുലർത്തുകയും അത് മരണം വരെ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.